ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ ഡേറ്റ് 7th സെപ്റ്റംബർ എന്ന് പറയുന്ന ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ സ്വന്തം മമ്മൂക്കേൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ഞാനൊരു കട്ട ഫാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മുടിഞ്ഞ ഫാനാണ് മമ്മൂക്കയുടെ വർക്കിൻ്റെ. എനിക്ക് മമ്മൂക്കേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് നമ്മളിങ്ങനെ ഞാൻ ഒറ്റ പ്രാവശ്യം മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ ബസൂക്കേൻ്റെ ഒരു സെറ്റ് പോയ സമയത്തായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഞാനും കൂടെ സെറ്റ് പോയിട്ടുണ്ടായിരുന്നു, അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. പോയപ്പോൾ മമ്മൂക്കനെ കണ്ടൊരു ഫ്ലൈറ്റിൻ്റെ എന്തോ സീനായിരുന്നു. മമ്മൂക്ക സീൻ കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ ക്യാരവാനിൽ കയറാൻ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോയിട്ട് കണ്ടിട്ട് ഹായ് പറയാൻ വേണ്ടി പോയതാട്ടോ. കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരാണിങ്ങനെ എന്തൊരു ഭയങ്കര ഒരു സൂര്യപ്രകാശമൊക്കെ ഉള്ള പോലെയാണ് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത്. ലിറ്ററലി നമ്മളിങ്ങനെ ഇങ്ങനെ നിന്ന് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കോളേജിലാണെങ്കിലും മമ്മൂക്കയുടെ പേരും പറഞ്ഞ് അടിയായിരുന്നു. എപ്പോഴുള്ള അടിയാണല്ലോ, മോഹൻലാൽ മമ്മൂക്ക അതും പറഞ്ഞ് അടിയായിരുന്നു. പക്ഷെ രസമാണ്, എനിക്കിഷ്ടമാണ് മമ്മൂക്കേനെ. അപ്പം ഇന്ന് നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേന് അന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ സ്വന്തം കണ്ണൂർ സ്ക്വാഡിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിലറിനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ ട്രെയിലറിന് വേണ്ടിയിട്ട്. 28 സെപ്റ്റംബറിനാണ് ഈ ട്രെയിലർ ഇറങ്ങുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഓബ്വിയസ്ലി നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെയാണ്. പിന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് റോബി വർഗീസ് രാജ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് സുഷിൻ ശ്യാമാണ്. നമുക്കറിയാം ഭീഷ്മപർവം വൻ ഹിറ്റായിരുന്നല്ലോ. അതിൻ്റെ പാട്ടൊക്കെ മറ്റേ നൊട്ടോറിയസ് ടൈറ്റിൽ ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്കൊക്കെ വൻ ഇതായിരുന്നല്ലോ. അതിന് ശേഷം ഇവർ കമ്പൈൻ ചെയ്യണം, ഇവർ ഒരുമിച്ചാവുന്ന വേറൊരു നമ്മുടെ സ്വന്തം കണ്ണൂർ സ്ക്വാഡാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാട്ടും അടിപൊളിയായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ മുടിഞ്ഞ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വന്നിട്ടിങ്ങനെ ഇരിക്കുക. 6 o'clock പ്രീമിയർ ആണല്ലോ. പ്രീമിയർ ഇപ്പം തുടങ്ങും. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നിന്ന് ഓക്കെ ഞാൻ 6 o'clock തന്നെ ടൈറ്റിലല്ല ട്രെയിലർ കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എന്തായാലും ട്രെയിലർ കാണാൻ പോകും. ഓക്കെ, കണ്ണൂർ സ്ക്വാഡ്. പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അവരെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലെന്നാണ് BJP சொல்ற கதையெல்லாம் நல்லா தான் பாருங்க. But the Great Indian Tour is over. ഈ അന്വേഷണത്തിൽ ഒരു സ്പിറ്റപ്പ് ചെയ്യുന്നത് അത്ര നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അവരേതോ വേറെ ടെൻഷൻ കൊടുക്കുന്നത് കേട്ടിടത്തോളം ഇതല്പം കുഴപ്പം കൊടുത്ത കേസാണ്. നാടോടികളെ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനും സാർ. അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല സാർ. നമുക്ക് ഇവിടെ എന്താ സംഭവം? രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ അവർ പല വഴികളും നമ്മുടെ മുമ്പിൽ വരച്ചത്. പക്ഷെ നമുക്ക് പോകേണ്ട വഴി തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാം, നമ്മുടെ ഈ വണ്ടിയും പോലീസാണ്. നമുക്ക് വണ്ടിയും പോലീസാണ്. വെള്ളത്തിലെടുക്കല്ലേ. മിടുക്കന്മാരാകുമ്പോ നമ്മൾ മിടുമിടുക്കന്മാരാകട്ടെ, എല്ലാവരും പിടിക്കാൻ പറ്റും. ശബരീഷ്. These culprits are not making any mistakes. കിട്ടത്തട്ട വീട്ടിലെത്തി ഇടമാരി എന്റെ മനസ്സിലായി. എന്നെ വെച്ച് വെച്ചാൽ പെൺകുട്ടി കൊടുത്ത വാക്കാം. മനുഷ്യന് മാത്രമല്ല, പോലീസുകാരുടെ എനിക്ക് വയ്യ എൻ്റെ പൊന്നെ. ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ. നമുക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും, ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇതിൻ്റെ അകത്ത് അവരുടെ ആ ഒരു ടീമുണ്ടല്ലോ, നമ്മുടെ മമ്മൂക്ക, ശബരീഷ്, മറ്റേ ആളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇവരുടെ എല്ലാവരും ഒരു ടീമുണ്ട്. അപ്പോൾ ഇവർ ഈ ടീം ഡിഫറെൻറ്റ് കേസസ് ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു കേസ് വരുന്നു. അത് തന്നെയാണ് സ്റ്റോറി ലൈൻ. നമുക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതാ മനസ്സിലാവണേ. എന്തായാലും ട്രെയിലർ ഓബ്വിയസ്ലി മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് ട്രെയിലർ പ്രോമിസിംഗ് അല്ലാണ്ട് പിന്നെ എന്താവാനാ. എനിക്ക് ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയത്തില്ല, ഞാൻ ഇത്ര ഓവർ എക്സൈറ്റഡ് ആവുന്നത് നിങ്ങൾ എന്താണെന്ന് ഓർക്കണ്ട. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ എനിക്കിഷ്ടമാണ് മമ്മൂക്കേനെ. അപ്പം മമ്മൂക്കയുടെ സിനിമയുടെ ട്രെയിലേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഞാനിപ്പോൾ ക്യാമറയിലായതിൻ്റെ ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് കുറവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കാണുന്നെങ്കിൽ ഞാൻ ആക്കണം അലറും, എന്നൊക്കെ പറഞ്ഞ് അലറും. അപ്പം അങ്ങനത്തെ ഇഷ്ടമാണ് എനിക്ക് ഇദ്ദേഹത്തോട്. അപ്പോൾ എന്തായാലും
ട്രെയിലർ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഒരു സെറ്റപ്പ് എന്നുള്ളത്. ആൻഡ് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒരാളെ കണ്ടുപിടിക്കാൻ നോക്കുന്നു. ആൻഡ് എനിക്ക് ഇതിൻ്റെ അകത്ത് കണ്ട സമയത്ത് നമ്മുടെ ഉണ്ട സിനിമയില്ലേ മമ്മൂക്കയുടെ തന്നെ, വേറൊരു സ്ഥലത്തേക്ക് നോർത്തിലെ ഒരു സ്ഥലത്ത് പോകുന്നു ഇലക്ഷൻ്റെ എന്തോ പരമായിട്ട്, അവിടെ ഒരു ഇത് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഇത് അടിച്ചു. അതുപോലെ തന്നെ കുറ്റവും ശിക്ഷയെന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ ഒരു സിനിമയുണ്ട്, അതിനകത്ത് ഇവരൊരു സ്ഥലത്ത് പോകും ഒരു കള്ളനെ പിടിക്കാൻ. അപ്പോൾ ആ ഒരു ലൊക്കാലിറ്റി പോലെ എനിക്ക് തോന്നി കാണാൻ വേണ്ടിയിട്ട്, രണ്ടുപോലെ എനിക്ക് തോന്നിയായിരുന്നു കണ്ട സമയത്ത്. എന്തായാലും നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് ട്രെയിലർ ഫൈനലി ഇറങ്ങിയേക്കുവാണ്. നമുക്ക് എന്തായാലും എല്ലാവരും ഈ ട്രെയിലർ കാണാം, ട്രെയിലർ കണ്ടിട്ട് നമ്മൾ റിയാക്ഷനും കാണാം, കാരണം നമുക്ക് അറിയണമല്ലോ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വന്നതായിരിക്കും. എല്ലാവരും 28th നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങും, എല്ലാവരും പോയി കണ്ണൂർ സ്ക്വാഡ് കാണണം. ആൻഡ് ഫൈനലി ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.